എല്ലാ പാരൻസിൻ്റെയും ഇപ്പോഴത്തെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് കുട്ടികളുടെ മൊബൈൽ അഡിക്ഷനാണ് അല്ലേ. മൊബൈല് കുട്ടികൾ അതിൽ ഗെയിമിംഗ് ആണെങ്കിലും വീഡിയോസ് കാണാനാണെങ്കിലും ഓവറായിട്ട് മൊബൈലിൽ കുട്ടികൾ കളിക്കുകയാണ്. സോ അതിൻ്റെ ഫലമായിട്ട് അവർക്ക് അറ്റൻഷൻ ഇല്ല, അതായത് ശ്രദ്ധിക്കാനുള്ള കഴിവില്ല, പഠനത്തിൽ പിന്നോക്കം പോകുന്നു. അതുപോലെ ആക്രമിക്കാനുള്ള, അതായത് ഫ്രീ ഫയർ പോലുള്ള വീഡിയോസ് അതല്ലെങ്കിൽ ഗെയിംസ് കളിക്കുന്ന കുട്ടികളിൽ മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള ഒരു ടെൻഡൻസി, സിബ്ലിങ്സ് ആയിട്ടുള്ള ബഹളങ്ങൾ ഉണ്ടാവാനുള്ള ടെൻഡൻസിയും കൂടുതലാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് ഒരു മൊബൈലിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവര് ഇപ്പോൾ നമ്മൾ എത്ര നിയന്ത്രണങ്ങൾ വെച്ചാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ പ്രായത്തിലുള്ള കുട്ടികൾ അതിലെന്താണ് ചെയ്യുന്നതെന്നുള്ള കൗതുകം അപ്പോൾ അതിൽ അവർക്ക് കൂടുതലാവാനായിട്ടില്ല. നമ്മൾ കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അതാണ്. കൂടുതൽ കൗതുകം അവരിലുണ്ടാവുകയും നമ്മളില്ലാത്ത സാഹചര്യത്തിൽ അത് ആക്സസ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ത്വര അവർക്ക് കൂടുതലായിട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്നത് ഇത് കുറച്ച് കൺട്രോൾ ചെയ്യാം. എങ്ങനെ നമുക്ക് ഈ മൊബൈൽ ഫോൺസിൻ്റെ യൂസ് കൺട്രോൾ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുട്ടികൾക്ക് ചിട്ടയായിട്ടുള്ള ഒരു ടൈം ടേബിൾ കൊടുക്കാം. നമ്മൾ പഠനത്തിന് ടൈം ടേബിൾ കൊടുക്കുന്നത് പോലെ മൊബൈൽ ഫോൺ യൂസേജിനും നമുക്ക് എന്ത് ചെയ്യാം, ഒരു വ്യക്തമായിട്ടുള്ള ടൈം ടേബിൾ കൊടുത്താൽ ഒരുപാട്, അതായത് ഇതുവരെ മൊബൈൽ യൂസ് ചെയ്യാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നല്ലതാണ്, ആ രീതിയിൽ തന്നെ പോട്ടെ. ഇനി ഒരുപാട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാവുന്ന കുട്ടികളാണെങ്കിൽ അവരെ ഒന്ന് റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റുക. കംപ്ലീറ്റ്ലി ഇങ്ങനെ ചിട്ട വെച്ച് നമ്മൾ അവരെ മാറ്റി നിർത്താൻ നോക്കി കഴിഞ്ഞാൽ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന് പകരം നമുക്ക് അവർക്കത് കിട്ടുന്നുണ്ട്, നമ്മളുടെ പെർമിഷനോടെ കിട്ടുന്നുണ്ട് എന്നുള്ള ഫീലോടെ നമുക്ക് അതിനെ റെസ്പെക്ട് ചെയ്യാം. അപ്പൊ അതിന് നമ്മൾ ചിട്ടായിട്ടുള്ള ഒരു ടൈം, പഠിക്കാൻ ഇത്ര സമയം, പഠിച്ചതിനും ബാക്കിയുള്ള റീഡിങ് അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞ് അത് കൃത്യമായി ചെയ്താൽ അതിനൊരു റിവാർഡ് എന്ന നിലയ്ക്ക് ഹാഫ് ആൻ അവറോ 15 മിനിറ്റ്സോ നമുക്ക് ഫോൺ കൊടുക്കാം. കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച്, ഒത്തിരി ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ഇത്രയും സമയം കൊടുക്കരുത്. സമയം നമ്മൾ തീരുമാനിക്കുക. ആ അത്രയും സമയം ഇത്ര കാര്യങ്ങൾ ചെയ്താൽ മാത്രം, ഈ പഠനം ഇത്ര രീതിയിൽ ചെയ്താൽ, ബാക്കി എല്ലാ ആക്ടിവിറ്റീസും പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ അതിനൊരു റിവാർഡ് എന്ന നിലയ്ക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടൈമിൽ ഫോൺ കൊടുക്കുക. അപ്പം അങ്ങനെ ഡെയിലി അങ്ങനെ കുറച്ച് നേരം അവർക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോൾ മോഷ്ടിച്ച് ഉപയോഗിക്കാനോ ഉള്ള ടെൻഡൻസി അവർക്ക് കുറവായിരിക്കും, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു അമിതമായിട്ടുള്ള ആസക്തി അവർക്ക് കുറഞ്ഞു വരും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.